ഇത്തവണത്തെ മൂകാംബിക യാത്രയുടെ റീൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ നിറയെ പേര് എന്നോട് ചോദിച്ചു ഈ കാണുന്ന സെറ്റ് മുണ്ട് എവിടെന്നാ വാങ്ങിയെന്ന്. പക്ഷെ മൂകാംബികയിൽ നേരിട്ട് കണ്ടവരെല്ലാം എന്നോട് ചോദിച്ചത് വേറൊരു കാര്യമാണ് കേട്ടോ. എന്താണ് ഈ സ്മെല്ലിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന്. അന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ രുദ്രാക്ഷ് വേദിയിൽ നിന്നുള്ള സർപ്പഗന്ധി പെർഫ്യൂം ആയിരുന്നു കേട്ടോ. സോ ഈ പെർഫ്യൂമിന്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ടെമ്പിളും അങ്ങനത്തെ ഒരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലാണ്. കഴിഞ്ഞ തവണ മൂകാംബികയിൽ വന്നപ്പോൾ ഉള്ളുരുക്കി പ്രാർത്ഥിച്ച ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരവാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർപ്പഗന്ധി പെർഫ്യൂം കേട്ടോ. അപ്പൊ ആ പെർഫ്യൂം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അമ്മയ്ക്ക് തന്നെയല്ലേ. അതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ സമർപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം അന്ന് വലിയൊരു അനുഗ്രഹം ഉണ്ടായി. നമുക്ക് സുബ്രഹ്മണ്യ അടികയുടെ വീട്ടിലെ ക്ഷണം കിട്ടി. ഞങ്ങൾക്ക് അവിടെ പോവാനും അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനും പിന്നെ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് ഒരെണ്ണം സമർപ്പിക്കാനും പറ്റി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. നമുക്ക് ഈശ്വരൻ നമുക്ക് വേണ്ടി എടുത്തു വെക്കുന്ന കാര്യങ്ങൾ എത്രയോ വലുതാണെന്നാണ് തോന്നിയത്. അത് കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം കയ്യിൽ അടിച്ചു നോക്കിയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു നല്ല സ്മെല്ലാണെന്ന്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റിയപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു. വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് പോന്നു. മൂകാംബികയിലേക്കുള്ള ഓരോ യാത്രയും മീനിങ് ഫുൾ ആണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. അവിടുത്തെ ആ അന്തരീക്ഷത്തിനും ആ കാറ്റിനും ആ മണ്ണിനും എല്ലാത്തിനും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. മനസ്സിനെ കാമാക്കുന്ന എന്തോ ഒരു പ്രത്യേക ഗന്ധമുണ്ട് അവിടെ. അതുപോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് നമ്മുടെ സർപ്പഗന്ധി പെർഫ്യൂമിന്. അപ്പൊ ഇനിയും സർപ്പഗന്ധി പെർഫ്യൂം ആവശ്യമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ പെർഫ്യൂം എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ DM-ലേക്ക് ഞങ്ങൾ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ